Dear students, good morning. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലോട്ടാണ് നാം പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കളർ സ്പേസസിനെ കുറിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു കളർ സ്പേസസ് പറയുമ്പോൾ അടുത്തത് പറയുന്നത് കളർ മോഡൽസ് ആണ്. ഒരുപാട് കളർ മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള 3 കളർ മോഡലാണെന്നും പറഞ്ഞു. അതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കളർ മോഡലാണ് RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. RGB ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു കളർ മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. RGB എന്നുള്ള പേര് നിങ്ങൾ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. റെഡ്, ഗ്രീൻ, ബ്ലൂ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പ്രൈമറി കളേഴ്സ് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി കളേഴ്സ് പഠിച്ചപ്പോൾ ആ പ്രൈമറി കളേഴ്സാണ് എന്ത്, റെഡും ഗ്രീനും ബ്ലൂവും. അന്ന് നമ്മൾ പഠിച്ചത് ഫിസിക്സിലാണെങ്കിൽ നമ്മളന്ന് പഠിച്ചത് എന്താണ് റെഡ്, ഗ്രീൻ, ബ്ലൂവിൻ്റെ പ്രത്യേകത, ഈ പ്രൈമറി കളേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്. പ്രൈമറി കളേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ആ പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി ഏത് കളറും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് പ്രൈമറി കളേഴ്സ്. അതായത് സെക്കൻഡറി കളേഴ്സ് ആണ് ഈ പ്രൈമറി കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി കളേഴ്സ്. ഈ എത്ര സെക്കൻഡറി കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, റെഡും ഗ്രീനും ചേർത്താൽ ഒരു നിറം, റെഡും ബ്ലൂവും ചേർത്താൽ മറ്റൊരു നിറം, ബ്ലൂവും ഗ്രീനും ചേർത്താൽ മറ്റൊരു നിറം. അപ്പോഴേ ആ 3 നിറങ്ങൾ. പിന്നെ ഇവ 3 കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു വേറെ നിറം. അങ്ങനെ അത് പിന്നെ എങ്ങനെയാണ് എല്ലാ നിറങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവയുടെ അനുപാതം അനുസരിച്ചിട്ട്, ഇപ്പോൾ റെഡും ബ്ലൂവും കൂടി ചേർക്കുമ്പോൾ റെഡിൻ്റെ അളവ് കുറഞ്ഞും ബ്ലൂവിൻ്റെ അളവ് കൂടിയും, അങ്ങനെ ഓരോ പ്രത്യേക റേഷ്യോയിലെല്ലാം ചെയ്യുമ്പോൾ കളറെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് മാറും. നമുക്കറിയാം, യെല്ലോ ഉണ്ട്, പെയിൽ യെല്ലോ ഉണ്ട്, അതുപോലെ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, പിന്നെ ഓറഞ്ചും യെല്ലോ രണ്ടും എന്താണ് സ്ലൈറ്റ് ഡിഫറൻസുകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, അത് ചേർക്കുന്ന, അതായത് കളറിൻ്റെ മിക്സിങ്ങിലുള്ള ചേഞ്ചാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പ്രൈമറി കളേഴ്സ് 3 പ്രൈമറി കളേഴ്സ് ഉണ്ടെങ്കിൽ ബാക്കി ഏത് സെക്കൻഡറി കളേഴ്സും മേക്ക് ചെയ്യാം എന്ന് പറയുന്നത്. അപ്പോൾ RGB കളർ മോഡലാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. RGB വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചിത്രം വരയ്ക്കുക. അതായത് സെറ്റ്സൊക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ വരയ്ക്കാറുള്ള വെൻ ഡയഗ്രാം അതുപോലെ വരയ്ക്കുക. റെഡ് ഒരു സർക്കിളിൽ ഇതുപോലെ, പിന്നെ ഗ്രീൻ മറ്റൊരു സർക്കിളിൽ, പിന്നെ ബ്ലൂ വേറെ സർക്കിളിൽ. അവ ചേരുന്ന ഭാഗങ്ങൾ മനസ്സിലാൻ വേണ്ടിയിട്ട് നോക്കൂ. ഇവിടെ റെഡും ഗ്രീനും ചേർന്ന ഭാഗം യെല്ലോ കാണുന്നുണ്ട്. അതുപോലെ ബ്ലൂവും ഗ്രീനും, സിയാന്, ബ്ലൂവും റെഡും മജന്ത. ഇത് 3 കൂടി ചേരുന്ന ഭാഗമാണിത് വൈറ്റ്. റെഡും ഗ്രീനും ബ്ലൂവും കൂടി ചേരുന്ന ഭാഗം വൈറ്റ്. ഈ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഓരോന്നും കിട്ടുന്ന കളേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ചിത്രം വരച്ചാൽ തന്നെ കറക്റ്റായിട്ട് RGB നമുക്ക് പറയാം. ഈ ഒരു RGB കളർ മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഒരു RGB ഫോർമേഷനാണ് ഈ ആപ്ലിക്കേഷനിലെല്ലാം തന്നെ നടക്കുക. പക്ഷേ കാഥോഡ് ട്യൂബിലാവാം, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയിലാവാം, എന്തോ ആയിക്കോട്ടെ. നമ്മളിപ്പോൾ അതായത് TV മോണിറ്ററുകളിലെല്ലാം തന്നെ വരുന്നത് ഈ ഒരു മിക്സിംഗ് ആണ് RGB എന്നുള്ള കളർ മോഡലിൻ്റെ. RGB is the most widely used color space. RGB stands for red, green and blue. RGBൻ്റെ ഫുൾ ഫോം തന്നെ അതാണ്, റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. What the RGB model states that each color image is actually formed of 3 different images: red image, blue image and റെഡ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ്. ഞാനവിടെ മാറിയിട്ട് ബ്ലൂ എന്നാണ് എഴുതിയിട്ടുള്ളത്, സോറി. റെഡ് ഇമേജ്, ബ്ലൂ ഇമേജ് ആൻഡ് ഗ്രീൻ ഇമേജ് ആണ്. അതായത് ഓരോ ഇതിലും ഡിഫറെൻ്റായ 3 കളേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്താണ്, പല കൂടി ചേർന്നുകൊണ്ട് പല ഡിഫറെൻറ്റ് കളേഴ്സും ഫോം ചെയ്യുന്നുണ്ട്. എ നോർമൽ ഗ്രേ സ്കെയിൽ ഇമേജ് ക്യാൻ ബി ഡിഫറെൻറ്റ് ബൈ ഓൺലി 1 matrix, ബട്ട് എ കളർ ഇമേജ് ഇസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് 3 different matrices. പല ആംഗിളിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് വിസിബിളാവും. ഇനി RGBയുടെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നതെന്നാണ്
പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സാധാ പഴയകാല ടി വിയിലായാലും കാഥോഡ് റേ ട്യൂബ് ആയാലും ഇപ്പോഴത്തെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആയാലും LED ഡിസ്പ്ലേ ആയാലും കമ്പ്യൂട്ടർ മോണിറ്ററിലായാലും എല്ലാം തന്നെ RGB മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ RGBൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ ആകുമ്പോൾ കാഥോഡ് റേ ട്യൂബ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, പ്ലാസ്മ ഡിസ്പ്ലേ, LED ഡിസ്പ്ലേ, പിന്നെ കമ്പ്യൂട്ടർ മോണിറ്റർ എല്ലാത്തിലും ഇത്തരത്തിലുള്ള മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫിഗർ നേരത്തെ അവിടെ നമ്മൾ RGBൻ്റെ ചിത്രം കാണിച്ചാൽ അതിനെ വേറൊരു ഡയമെൻഷനിൽ കാണിക്കുകയാണ്. ഞാൻ നിർബന്ധമായിട്ടും ഇങ്ങനെ കാണിക്കണമെന്നൊന്നുമില്ല. ഇത് കാണിച്ചത് റെഡും ഗ്രീനും ബ്ലൂവും നോക്കൂ. റെഡ്, ഇത് റെഡ്, ഇത് ഗ്രീൻ, ഇത് ബ്ലൂ. നമ്മൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ ഭാഗത്തേക്ക് കോമ്പൗണ്ട് ആയതുകൊണ്ട് x1 കൊടുത്തു, ബാക്കി y-x z-x 0 കൊടുത്തു. ഇവിടെ ഗ്രീനിന് എന്ത് ചെയ്തു, y1 കൊടുത്തു, y ഉണ്ടത് x-ആക്സിസും y-ആക്സിസും z-ആക്സിസും 0 കൊടുത്തു. ഇവിടെ z മാത്രം കൊടുത്തു, അതായത് x, y, z ആയതുകൊണ്ടാണ് ഫസ്റ്റത്തെ എക്സും വൈയും 0 കൊടുത്തു, സെറ്റും മാത്രം 1 കൊടുത്തു. അതാണ് 0 0 1 0 1 0 1 0 0. അപ്പോൾ റെഡ് 1 0 0 ആണ്, ഗ്രീന് 0 1 0 ആണ്, ബ്ലൂ 0 0 1 ആണ് കൊടുത്തു. ഒന്ന് x1, ഒന്ന് x വാല്യൂ, ഒന്ന് y വാല്യൂ, ഒന്ന് z വാല്യൂ. ഇനി അവ തമ്മിലുള്ള കോമ്പിനേഷൻസാണ് വരുന്നത്. നോക്കൂ, റെഡ് ഇങ്ങനെ വരച്ചു. അപ്പോൾ റെഡിൻ്റെ വാല്യൂലൊന്നും തന്നെ വ്യത്യാസം വരില്ല, എക്സ് വാല്യൂ മാത്രം, എക്സ് വാല്യൂ ചേഞ്ച് ചെയ്തില്ല, അങ്ങനെ വരച്ചു. പിന്നെ ഗ്രീൻ വാല്യൂ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരച്ചു. 3 ഡയമെൻഷനിൽ കാണിക്കുന്നുള്ളൂ. ഒരു സ്ക്വയർ ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ മറ്റേ സൈഡ് തന്നെയാണ് ഈ വരുന്ന കഷ്ണം, നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഗ്രീനാണ്, ഗ്രീൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ റെഡും ഗ്രീനും കൂടി ഇവിടെ വെച്ച് കൂട്ടിമുട്ടി, റെഡും ഗ്രീനും കൂട്ടിമുട്ടിയപ്പോൾ അവിടെ യെല്ലോ ഫോം ചെയ്തു. ആ യെല്ലോ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ റെഡിലെ x1 ആയതുകൊണ്ട് 1 ആയിരിക്കും, ഗ്രീനിൽ y1 ആയതുകൊണ്ട് 1 ആയിരിക്കും, സെഡിന് രണ്ടും 0 ആയതുകൊണ്ട് തന്നെ അത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് യെല്ലോ 1 1 0 എന്ന് പറയുന്നത്. ഈ റെഡിലെ എക്സും വൈയിലെ ഗ്രീനിലെ വൈയും പിന്നെ സെറ്റ് 0. ഇതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കേസിനും വരുന്നത്. ഗ്രീനും ഇവിടുന്ന് ഇങ്ങോട്ടും ബ്ലൂ അവിടുന്ന് ഇങ്ങോട്ടും വന്നു. അപ്പോൾ ഗ്രീനിൻ്റെ കേസിൽ ഗ്രീനും ബ്ലൂവും കൂടി കൂട്ടിമുട്ടുമ്പോൾ സിയാൻ കിട്ടിയപ്പോൾ ഗ്രീനിൻ്റെ വൈ വാല്യൂ 1 ആയതുകൊണ്ട് തന്നെ സിയാൻ്റെ വൈ വാല്യൂ 1 ആയി. ബ്ലൂവിൻ്റെ z വാല്യൂ 1 ആയതുകൊണ്ട് സിയാൻ്റെ z വാല്യൂ 1 ആയി. രണ്ടും 0 വാല്യൂ ആണ് എക്സ്, അതുകൊണ്ട് സിയാൻ്റെ എക്സ് വാല്യൂ 0 ആയി. അതുപോലെ ബ്ലൂ ഇങ്ങോട്ട് പോയതും ഇവിടുന്ന് റെഡ് ഇങ്ങോട്ടും പോയി. അപ്പോൾ ഇതേപോലെ തന്നെ കൂട്ടിമുട്ടിയപ്പോൾ മജന്ത വന്നു. മജന്തയിൽ റെഡിൻ്റെ x1 ആയതുകൊണ്ട് മജന്തൻ്റെ x1 ആണ്, ബ്ലൂവിൻ്റെ z1 ആയതുകൊണ്ട് മജന്തൻ്റെ z1 ആണ്, ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും y വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ മജന്തേൻ്റെ y വാല്യൂ 0 ആണ്. ഈ 3 കണ്ടീഷൻ പറഞ്ഞു. ഇനി 4മതായിട്ടൊരു കണ്ടീഷൻ പറഞ്ഞു, വൈറ്റാണ്. അതായത് ഈ മജന്ത ആയാലും സിയാൻ ആയാലും യെല്ലോ ആയാലും അല്ലെങ്കിൽ റെഡ് ആയാലും ഗ്രീൻ ആയാലും ബ്ലൂ ആയാലും ഇപ്പോൾ കൂട്ടിമുട്ടുന്ന ഭാഗമാണ് എന്ത്, വൈറ്റായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ റെഡ്, മെജന്ത, സിയാൻ, യെല്ലോ, ഈ 3 സെക്കൻഡറി കളേഴ്സും കൂടി കൂട്ടിമുട്ടുന്ന ഭാഗമാണ് വൈറ്റായിട്ട് വിസിബിളായത്. അതേസമയം അതിൻ്റെ ഡാർക്ക് പാർട്ട് കൂടി ഇവിടെ വരുന്നുണ്ട്. അതെന്തൊക്കെയാണ്, ബ്ലൂവും റെഡും ഗ്രീനും കൂടി ചേരുന്ന ഭാഗം ബ്ലാക്കായിട്ടും വിസിബിളാവും. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ RGBയിലെ എന്താണ് ആർ ജി ബിയിൽ എങ്ങനെയൊക്കെയാണ് കളർ കോമ്പിനേഷൻ, പിന്നെ അതിനൊരു ഡയഗ്രമാറ്റിക് ഫിഗറും കൂടി വരച്ചാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ.